157 ആയത്ത്. 158 ആയത്ത് തുടക്കം ഞാൻ വായിച്ചാൽ, ഖുൽ നബിയെ പറയാ, യാ അയ്യുഹന്നാസ്, മാന്യമഹാജനങ്ങളെ, മാലോകരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കുമുള്ള നബിയാണ്. ജമീഅൻ, ആൾ ഓഫ് യു, എവരിബഡി. റസൂലുള്ളാഹിക്ക് പറയാനുള്ളത് എന്താണ്? ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅൻ. എല്ലാവർക്കും സംശയമൊന്നുമില്ലല്ലോ. ഖുൽ, പറയുക, യാ അയ്യുഹന്നാസ്, മാന്യമഹാജനങ്ങളെ. എല്ലാരോടുമാണ്, കുഫാർ ഉൾപ്പെടെ എല്ലാരോടുമാണ്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കുള്ള അള്ളാഹുവിന്റെ ദൂതനാണ്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ജമീഅൻ, എല്ലാവർക്കുമുള്ള നബിയാകാൻ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾക്കുള്ള യോഗ്യതകളാണ് മുകളിൽ പറയുന്നത്. ഇനി അതിന്റെ മുകളിലായത്ത് നോക്ക, ആ പേജിന്റെ തുടക്കം കണ്ടല്ലോ അല്ലേ? ഹജ്ജിന് പോയാൽ നമ്മളെ ദുആ എന്താണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതേ ദുആയാണ് ഇവിടെ. വക്തുബ് ലനാ, ഞങ്ങൾക്ക് നീ പാസാക്കണേ അല്ലാഹ്, ഫീ ഹാദിഹി ദുനിയാ ഹസനതൻ, ഇഹലോകത്ത് വലിയ നന്മ, വഫിൽ ആഖിറതി, പരലോകത്തും. ഇന്നാ ഹുദിനാ ഇലൈക്, ഞങ്ങളൊക്കെ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടുണ്ടല്ലാ. മൂസാ നബി പഠിപ്പിച്ച ദുആയാണ്. ആ ആയത്തിൽ അല്ലാഹു പറയുന്നത് കണ്ടോ നിങ്ങൾ? വറഹ്മതി വസിഅത്ത് കുല്ല ശൈ, എന്റെ റഹ്മത്ത് എല്ലാവർക്കും വിശാലമാണ്. അള്ളാന്റെ റഹ്മത്ത് എല്ലാവർക്കും ഉള്ളതാണ്. സയ്യിദുനാ റസൂലുള്ളാഹിയെ പറ്റി അല്ലാഹ് പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലം, എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും ഉള്ള അള്ളാന്റെ റഹ്മത്ത് ആർക്കാണ് കിട്ടുക എന്നാണ് ഇനി ഈ ആയത്ത് പറയുന്നത്. ഫസാഖ്തുബുഹാ, ആ റഹ്മത്ത് ഞാൻ പാസാക്കും. ആർക്ക്? ലില്ലദീന യത്തഖൂന, മുത്തഖീങ്ങൾക്ക്. വയൂതൂന സകാത്ത, സകാത്ത് കൊടുക്കണവർക്ക്. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ മുഅ്ജിസത്തുകളും നമ്മുടെ മുന്നറിയിപ്പുകളും നമ്മൾ നൽകുന്ന സമ്മാനങ്ങളും ഒക്കെ സമ്മതിച്ച് വിശ്വസിക്കുന്നവർക്ക്. മുത്തുനബി ആകാശത്തെ ചന്ദ്രൻ പിളർത്തി, അത് ഖുർആൻ പറഞ്ഞതാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ ചിലർക്ക് ആയിട്ടില്ല. അതാണ് എന്റെ സങ്കടം. അങ്ങനത്തെ ഇത് കിട്ടൂല. പ്രമാണം കൊണ്ട് ബോധ്യപ്പെട്ടൊരു സംഭവം അള്ളാഹു കാണിച്ചു തന്നത് അംഗീകരിക്കാൻ മനസ്സ് വിശാലുണ്ടെങ്കിൽ കിട്ടും. അപ്പൊ ഫസാഖ്തുബുഹാ, എന്റെ റഹ്മത്ത് ഞാൻ പാസാക്കും, രേഖപ്പെടുത്തും. ലില്ലദീന യത്തഖൂന, ഭക്തി ബഹുമാനങ്ങൾ ഉള്ളവർക്ക്. വയഉതൂന സകാത്ത, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവർക്ക്. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവർക്ക്. അവരാരാണ്? റഹ്മത്ത് കിട്ടേണ്ട ആളുകൾ ആരാണ്? അല്ലദീന, ഒരു കൂട്ടരാണ്. യത്തബിഊന, അവര് പിൻപറ്റും, പിന്നാലെ കൂടും. അർറസൂല, ദൂതനെ. അന്നബിയ്യ, ആ റസൂലിനെ, ആ ദൂതനെ. അൽ ഉമ്മിയ്യ, എന്താർത്ഥം? ഉമ്മിയിനർത്ഥം നിരക്ഷരൻ എന്നാണ്. പക്ഷെ അതൊരു മേൽവിലാസമാണ്. കാക്ക എന്ന് പറഞ്ഞാല് ഒരു മലപ്പുറത്തുകാരൻ മാപ്പിള എന്നർത്ഥം കിട്ടുവോ? കിട്ടൂലേ? കിട്ടൂലേ? കാക്കാമാരെന്ന് പറഞ്ഞാല് കാക്കച്ചി പറന്നെത്തുന്നിടത്തൊക്കെ എത്തും. ആര്? കാക്ക. കൊളംബോയില്, റങ്കൂണില്, ദുബൈയില്, ഖത്തറില്, എല്ലാ നാട്ടിലും കാക്കച്ചി പറന്നെത്തുന്നിടത്തൊക്കെ കാക്കായും കാണപ്പെടും. അപ്പൊ കാക്ക എന്ന് പറഞ്ഞാല് മലപ്പുറം. അച്ചായൻ എന്ന് പറഞ്ഞാൽ കോട്ടയം ചേട്ടന്മാരാണ്. കോയ എന്ന് പറഞ്ഞാല് കോഴിക്കോടൻ കാക്കാമാരാണ്.
ഇതേപോലെ അൽ ഉമ്മിയ്യ എന്ന് പറഞ്ഞത് പരിശുദ്ധ മക്കയുടെ പരിസരത്ത് അവിടെ ആ ജീവികളെ പറ്റി സൂചിപ്പിച്ചു പറയാൻ പറ്റിയ ഏറ്റവും കൃത്യമായ വാക്കാണ്. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി മക്കയിൽ നിയുക്തനായ ആ നബിയിനെ, ആ റസൂലിനെ ശരിക്കും പിൻപറ്റുന്നവർക്കാണ് അല്ലാഹു എല്ലാ റഹ്മത്തും കൊടുക്കുക. 3 ഗുണം നബിതങ്ങളെ പറ്റി പറഞ്ഞു. ഇത് വ്യക്തിയെ കാണിച്ചു തരാനുള്ള ഗുണമാണ്. ഇനി ബാക്കി പറയുന്നത് ആ വ്യക്തിക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നാണ്. പറഞ്ഞോളി. അർ-റസൂല, അല്ലാഹുവിന്റെ ഈ ദൂതനെ, അന്നബിയ്യ, ഈ പ്രവാചകനെ. റസൂൽ എന്ന് പറഞ്ഞാല് ദൂതൻ, ദൂത് കൊണ്ടുവന്നയാൾ. ആ ദൂതിനാണ് ദൗത്യം എന്നൊക്കെ മലയാളത്തിൽ പറയാ, റിസാല. നബി എന്ന് പറഞ്ഞാൽ ആരാണ്? ഭാവി പ്രവചിക്കുന്നയാൾ എന്നർത്ഥം. മരിച്ചു പോയാൽ അതും ഉണ്ട്. അതിന്റെ മുമ്പ് ലോകത്ത് ഇന്നതൊക്കെ വരാനുണ്ട്. പ്രവചനം നടത്തുന്നയാളാണ് പ്രവാചകൻ. പ്രൊഫസി, പ്രവചനം നടത്തുന്നയാളാണ് പ്രൊഫറ്റ്. അതാണ് നബിയ്യ്. നബിയായ റസൂലായ ഈ മക്കക്കാരനെ പിൻപറ്റുന്നയാളുകൾ. ആ റസൂല് ആരാണ്? അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാഹ്. തൗറാത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടയാളാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു ഗുണം. അല്ലെങ്കിൽ 4ാമത്തെ ഗുണം വൽ ഇൻജീലി, ഇൻജീലിലും. ഒരു ഇഞ്ചിയിൽ ഇപ്പൊ കിട്ടണം. എവിടുന്നാ കിട്ടുക? നിങ്ങൾ പറയും. ഒരു ഇഞ്ചിയിൽ ഇപ്പൊ കിട്ടണം. എവിടെ കിട്ടും? ഒരു തൗറാത്ത് ഇപ്പൊ കിട്ടണം. എവിടെ കിട്ടും? തൗറാത്തും ഇഞ്ചീലും സബൂറും കൂടി കിട്ടും നമ്മളെ കയ്യിൽ. ഒരു ക്രിസ്ത്യാനിയെ സമീപിച്ച് അവന്റെ വേദപുസ്തകം ഒന്ന് തരണമെന്ന് പറഞ്ഞാൽ അവൻ തരുന്ന ആ സത്യവേദ പുസ്തകത്തിൽ 3 പാർട്ടുണ്ട്. അതിലൊന്ന് പഴയ നിയമം എന്ന് പറയുന്ന ഓൾഡ് ടെസ്റ്റമെന്റ് ആണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് തൗറാത്തു മൂസ. അതാണ് മൂസ അലൈഹിസ്സലാമിന്റെ തൗറാത്ത് എന്ന് പറയുന്നത്. 2, അയാൾ തരുന്ന ആ പുസ്തകത്തിൽ പുതിയ നിയമം എന്നൊരു ചാപ്റ്റർ ഉണ്ടാകും. ഒരുപാട് ചാപ്റ്റേഴ്സ്. അതാണ് പുതിയ നിയമം, ഇഞ്ചീല്, ഈസാ നബിന്റെ. ഇത് രണ്ടും കൊണ്ടാണ് ഒരു കൂട്ടർ നടക്കുന്നത്. അതിൽ തന്നെ പുതിയ ഒരു പാർട്ട് കൂടി കാണാം. അതാണ് ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ. അതാണ് സബൂർ ദാവൂദ. 3 തുന്നിക്കെട്ടി അവർ കൊണ്ടു നടക്കുന്നു. എന്നിട്ട് നമ്മെ അവര് വിളിക്കണു 4ാം വേദക്കാര് എന്നാണ്. 4ാം വേദം ഉണ്ടോ? അങ്ങനെ ഒരു പ്രവാചകനുണ്ടോ? അതൊരു ചർച്ച വേറെ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 4ാം വേദക്കാരാണ് തുലുക്കന്മാർ, മാപ്പിളമാർ. 3 വേദവും ഒന്നിച്ചു കൊണ്ട് നടക്കുകയാണ് ഇപ്പൊ ക്രിസ്ത്യാനികൾ. പഴയ നിയമം സമയം തോറ, പുതിയ നിയമം ഇഞ്ചീൽ. ഇഞ്ചീൽ എന്ന വാക്കിന്റെ അർത്ഥം ഏഞ്ചൽ, മലക്ക് എന്നാണ്. ഇന്നും അവരുടെ സ്കൂളുകൾക്ക് അവർ പേര് വെക്കുന്നത് ഇവാഞ്ചലിക് സ്കൂൾസ്, ഇവാഞ്ചലിക് ആർട്ടിക്കിൾസ്, ഇഞ്ചീലിയ ലേഖനങ്ങൾ, ഇഞ്ചീലിയ പാഠശാലകൾ എന്നാണ്. ഇഞ്ചീൽ എന്ന പേരൊന്നും അവര് വിട്ടിട്ടില്ല. അപ്പൊ തൗറാത്തും ഇഞ്ചീലും, അതോടൊപ്പം ദാവൂദ് നമുക്ക് നബിയാണ്. അവരിൽ പലർക്കും അതൊരു രാജാവ് മാത്രമാണ്. സുലൈമാൻ അലൈഹിസ്സലാം നല്ലൊരു ഇസ്മിന്റെ പണിക്കാരനും ഒരു മാന്ത്രികനും ആയിരുന്നു. പ്രവാചകൻ അല്ല എന്ന് കരുതുന്നു പലരും. നമുക്ക് ദാവൂദ് അലൈഹിസ്സലാം നബിയാണ്. മകൻ ആ ബാപ്പയേക്കാൾ ഔന്നത്യമുള്ള, മഹത്വമുള്ള മഹാനബിയും മഹാരാജാവുമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഏതായാലും ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ, സങ്കീർത്തനം എന്ന് പറഞ്ഞാല് മാലപ്പാട്ടുകളാണ്.
മൊഹീദ്ദീൻ മാല, റിഫാഴി മാല, അങ്ങനെ മാലപ്പാട്ടുകളായി ചൊല്ലിപ്പാടാനുള്ളതാണ് ദാവൂദിന്റെ വേദം മുഴുവനും. ഇത് മൂന്നും കൂടി ഇന്നും ലഭ്യമാണ് ക്രൈസ്തവരെ കയ്യിൽ. ലഭ്യമാണ് എന്ന് പറഞ്ഞാല് അവരെ കയ്യിലുള്ളത് പരിഭാഷയുടെ പരിഭാഷയാണ്. അപ്പൊ മൂലം എന്നോ പോയി പോകും. എന്നാലും സാധനം ഉണ്ട് എന്ന് ഒറ്റവാക്കിൽ പറയാം. ഞാൻ കെട്ടിച്ചു തന്നപ്പോൾ എന്റെ മോള് കന്യകയായിരുന്നു, പിന്നെ അവള് ഗർഭിണിയായി, പെറ്റ്, ഉമ്മയായി, വല്യമ്മയായി, അമ്മുമ്മയായി. എന്നാലും സാധനം അത് തന്നെയെന്ന് ഒറ്റവാക്കിൽ പറയാമല്ലോ. ഇതേപോലെ ബൈബിൾ എന്ന് പറയുന്ന സാധനത്തിൽ ഇതൊക്കെ ഉണ്ട് എന്ന് കരുതപ്പെടുന്നു. പരിഭാഷകളെ പറ്റി ലോകത്ത് പിന്നെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. എന്ത് പരിഭാഷകൾ പെണ്ണുങ്ങളെ പോലെയാണത്ര. നമ്മുടെ പെണ്ണുങ്ങളാരുമില്ലല്ലോ. ഇല്ല. പരിഭാഷകൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വിശ്വസ്തയായിരിക്കും, അല്ലെങ്കിൽ സുന്ദരിയായിരിക്കുന്ന പെണ്ണുങ്ങളുമായി. ഒരു പെണ്ണ് വിശ്വസ്തയാണോ എന്നാ സൗന്ദര്യം അത്ര ഉണ്ടാവില്ല. ഒരു പെണ്ണ് സുന്ദരിയാണോ എന്നാ പിന്നെ ഓക്ക് വിശ്വസ്തതയും പരിശുദ്ധി അത്ര ഉണ്ടാവൂല എന്നൊക്കെ ഒരു ചൊല്ലുണ്ട്. ഒരാള് പരിഭാഷ സൂപ്പറാണ്, അതിന്റെ അർത്ഥം കൃത്യമായ പരിഭാഷ അല്ല, അതിന് അയാള് എല്ലാം ചേർക്കുന്നുണ്ട്, ഉപ്പും മുളകും ഒക്കെ. കൃത്യമായ പരിഭാഷ ഉണ്ടോ എന്നാൽ ഒരു സൗന്ദര്യം ഉണ്ടാവില്ല. പരിഭാഷകൾ സ്ത്രീകളെ പോലെയാണ്, ഒന്നുകിൽ വിശ്വസ്ത അല്ലെങ്കിൽ സുന്ദരി, രണ്ടും കൂടിയല്ല. ഇതേപോലെയാണ് ബൈബിളിന്റെ പരിഭാഷയാവപ്പോ കുറെ ചോർന്നു, കുറെ ചേർന്നു. 10 കൊല്ലം മുമ്പ് വാങ്ങണ സാധനം അല്ലപ്പ കിട്ടുക. കർണാടകത്തിൽ കിട്ടിയ ഒന്നും കേരളത്തിൽ കിട്ടിയ ഒന്നും രണ്ടും കൂടി തിരിയണ 2500 സഖാഫികളുണ്ട്. അവൾക്ക് കർണാടകയും കിട്ടും, മലയാളവും കിട്ടും. ആ രണ്ടെണ്ണം മുമ്പിൽ വെച്ചിട്ട് അതിങ്ങനെ വായിച്ചാൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസങ്ങൾ ഇന്നും തുടരുന്നുവെങ്കിൽ പോലും തൗറാത്ത് പഴയ നിയമം, ഇഞ്ചീല് പുതിയ നിയമം, ഈ സംഗതികളൊക്കെ ഉണ്ട്. എങ്ങനെ വായിച്ചാലും പുള്ളിപ്പുലിയുടെ ഈ പുള്ളി മാറിക്കിട്ടൂല. അതേപോലെ മായിച്ചു തേച്ച് ഒട്ടിച്ചിട്ടൊന്നും രക്ഷയില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ മുദ്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട് ബൈബിളിൽ. മൂസ അലൈഹിസ്സലാമിന്റെ തൗറാത്തിലും ഈസാ അലൈഹിസ്സലാം ചൊല്ലിക്കേൾപ്പിച്ച ഇഞ്ചീലിലും എന്ന് അവിടുത്തെ വിശേഷണം പറയുന്നു ഖുർആൻ. അല്ലാഹു നമുക്ക് ഇൽമും ഈമാനും ഏറ്റിത്തരുമാറാണ്. ഭാരതീയ പഴമകളിൽ വല്ലതും പറയുന്നുണ്ടോ? അതൊരു ചോദ്യമാണ്. മഹാഭാരതത്തിൽ, രാമായണത്തിൽ, ചതുർവേദങ്ങളിൽ, ഉപനിഷത്തുക്കളിൽ, സ്മൃതികളിൽ ഭാരതീയ പാരമ്പര്യം വളരെ പഴയതാണ്. മനുഷ്യന്മാരെ തറവാടാണ് ഇന്ത്യ. ആദം അലൈഹിസ്സലാം ഇറങ്ങി വന്നത് ഇന്ത്യയിലേക്കാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആദം നബിന്റെ ഒരു മകൻ, ആദ്യത്തെ നബി അല്ലെങ്കിൽ രണ്ടാമത്തെ നബി, ശീസ് എന്നാണ് പേര്. ആ മഹാന്റെ വലിയ മഖബറ അയോധ്യയിലുണ്ട്. ഷീസ് മഹൽ താജ് മഹലിനെ പോലെ സുന്ദരമാണ്. താജ്മഹലിന്റെ റോഡിൽ വല്ല ബ്ലോക്കോ അവിടെ വല്ല അറ്റകുറ്റപ്പണിയോ ഉണ്ടെങ്കിൽ സർക്കാർ അതിഥികളെയൊക്കെ പറഞ്ഞേക്കല് ഷീസ് മഹലിലേക്കാണ്. ആ ഷീസ് അലൈഹിസ്സലാം ആദം അലൈഹിസ്സലാമിന്റെ ഭാര്യ ഹവ്വായിന് 21ാമത്തെ പ്രസവത്തിൽ ജനിച്ച 41ാമത്തെ മോനാണ്. ആ മകന് ട്വിൻസ്, ഇരട്ടകൾ ഉണ്ടായിരുന്നില്ല. ബാക്കിയൊക്കെ ഇരട്ടകളുണ്ട്. 20 പ്രസവത്തിൽ 40 പെറ്റുവെച്ച ബഹുമാനപ്പെട്ട ബീബി ഹവ്വ ഉമ്മ റളിയല്ലാഹു അൻഹാ. 21ാമത്തെ പ്രസവത്തിൽ പ്രസവിച്ച ഏകൻ, അതാണ് പ്രവാചകൻ ബഹുമാനപ്പെട്ട ശീസ് അലൈഹിസ്സലാം. ഇന്ത്യ രാജ്യത്താണ് ഖബർ. ഷീസ് മഹൽ ഗംഭീരമായ ഒരു സന്ദർശന കേന്ദ്രമാണ്. ആദം അലൈഹിസ്സലാം വന്നത് ഇന്ത്യയിലേക്കാകയാൽ
39 തവണ ഇവിടുന്ന് നടന്നിട്ട് 40 തവണ ഇവിടുന്ന് നടന്ന് അവിടെ പോയി ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അതിന്റെ അർത്ഥം 39 വട്ടവും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് എന്നാണ്. അപ്പൊ എന്തോ ഒരു പുണ്യം നമ്മളെ നാട്ടിലുണ്ട് എന്നുള്ളത് സത്യമാണ്. അല്ലെ അവിടെ അങ്ങാണ്ട് കൂടിയാ പോരെ? 39 കൊല്ലം തിരിച്ചു വന്ന് 40 കൊല്ലം താമസിച്ച ഒരാൾക്ക് പൗരത്വം ഉണ്ടോ ഇല്ലേ? ആ ആളെ മക്കൾക്ക് പൗരത്വം ഉണ്ടോ ഇല്ലേ? ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ജീവിച്ച ആദം അലൈഹിസ്സലാമിനെ പറ്റി ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി കുറെ പറഞ്ഞിട്ടുണ്ട്. അത്രയും കാലത്തെ പാരമ്പര്യം ഈ നാട്ടിലുണ്ടാവും. വിലക്കപ്പെട്ട കനി കഴിച്ചപ്പോൾ പള്ളേലെന്തോ ഉരുണ്ടുകൂടി. അതൊന്ന് പുറത്തു കളയണം. അതിന് സ്വർഗത്തിൽ സൗകര്യമില്ല. അതിനാണ് അള്ള ഇങ്ങോട്ട് പറഞ്ഞേച്ചത്. എങ്ങോട്ട്? നമ്മളെ നാട്ടിലേക്ക്. ഭാരതം എന്ന പേര് തന്നെ കേട്ടാൽ ഒരു ചാണകം എന്നൊരു ഒരു 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 സ്വഭാവം ഉണ്ടല്ലോ, ഉണ്ട്. അങ്ങനെ ഇന്നും പ്രധാനമന്ത്രി പിഴിഞ്ഞ് നീരെടുത്ത് പൈസ ഇങ്ങനെ കൂട്ടുകയാണ് പെട്രോളിനും ഡീസലിനും. എന്തിന്? അക്കൂസ് ഉണ്ടാക്കാൻ. വെറുതെ അല്ല. ആദം നബി ആ ആവശ്യത്തിനാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അപ്പൊ പിന്നെ നമ്മളെ പ്രധാനമന്ത്രിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്? നസല ആദമു ബിൽ ഹിന്ദി, ഇന്ത്യ രാജ്യത്ത് ആദം വന്നിറങ്ങി. ഫസ്തൗഹശ, ബഹുമാനപ്പെട്ടവർക്ക് ബോറടിച്ചു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. ജിബ്രീൽ ഇടതടവില്ലാതെ സ്വർഗത്തിൽ മുഴക്കിക്കൊണ്ടിരുന്ന ബാങ്ക് ഇവിടെയും വന്ന് ഒന്ന് സുന്ദരമായി അങ്ങ് കേൾപ്പിച്ചപ്പോൾ ആദം നബിയുടെ ബോറടി മാറി. ആ ബാങ്കിലും ഉണ്ട് എന്ത്? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സ്വർഗത്തിൽ പതിവായി കേൾക്കണ ആ ശബ്ദവീചികൾ ഇവിടെയും മുഴങ്ങിയപ്പോൾ ബോറടി മാറി. പിറന്നു വീണ കുട്ടി വല്ലാതെ പ്രതിഷേധിക്കും. തള്ള കയ്യിലെടുത്ത് നെഞ്ചോട് ചേർക്കുമ്പോൾ ഇതുവരെ കേട്ട ആ നെഞ്ചിടിപ്പിന്റെ സംഗീതം കുട്ടി പിന്നെയും കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് വല്ലാത്തൊരാശ്വാസം അനുഭവപ്പെടും. ആദം അലൈഹിസ്സലാം ഇക്കാലം അത്രയും കേട്ട ബാങ്ക് ഇവിടെ വന്ന് കേട്ടപ്പോ വലിയ സന്തോഷായി. ഒറ്റ ചോദ്യം: ലോകത്താദ്യം ബാങ്ക് മുഴങ്ങിയ മണ്ണ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ആദ്യം മുഴങ്ങിയ ശബ്ദം ബാങ്കാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ 10,000-കണക്കിന് വർഷങ്ങളോ മറ്റോ ഒക്കെ മനുഷ്യവാസത്തിന്റെ കഥ പറയുന്ന, മനുഷ്യന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ഇന്ത്യയിൽ കുറെ വേദവും കിതാബും പുസ്തകവും ഒക്കെ ഉണ്ടാവും. അതിൽ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ സിമ്പിളായി ആലോചിക്കുമ്പോൾ, സംസ്കൃതം പഠിച്ചിട്ട് ഇപ്പൊ നമുക്കത് പഠിക്കാൻ കഴിയൂല. കാരണം സംസ്കൃതം പഠിച്ചോല് ഇന്ത്യയിൽ 2000-ലെ കണക്കനുസരിച്ച് 2000 ആളെയാണ്. 23 കൊല്ലത്തിനിടയിൽ എത്ര ആള് ബാക്കിയുണ്ടാവും? ആരേലും പഠിക്കുന്നുണ്ടോ? നമുക്ക് ഒരാളെ അറിയാം. എന്ത്? ഇത് വാർത്താഹു എന്താ? പ്രവാചകാഹ പരദേവാനന്ദ സാഗരാഹ. അയാൾക്കറിയാം, അയാളെ നമുക്കും അറിയാം. 5 കൊല്ലം മുമ്പ് അയാൾ കോഴിക്കോട്ട് വന്നിരുന്നു. കർണാടകക്കാരനാണ്. അന്ന് പത്രത്തിലൊക്കെ ന്യൂസ്, പ്രവാചകൻ കോഴിക്കോട്ടെത്തി. അപ്പൊ മാതൃഭൂമി വാർത്തയിൽ പ്രവാചകന്റെ മുകളിലൊരു കോമയൊക്കെ ഉണ്ട്. അതൊരു മീലാദ് മാസത്തിലെ 1-ാം തീയതി ആയിരുന്നു. അപ്പൊ നമ്മൾ പത്രം നോക്കിയപ്പോ ഒന്ന് ഞെട്ടി. റബീഉൽ അവ്വൽ 1 ഉള്ളൂ, ഇപ്പൊ തന്നെ പോന്നോ? അപ്പൊ നോക്കുമ്പോ സംഗതി ഇതാണ്. ഇന്ത്യയിൽ നിന്നാകെ മുഴങ്ങുന്ന, ലോകത്ത് പലയിടത്തും മുഴങ്ങുന്ന സംസ്കൃത വാർത്തകൾ അത് വായിക്കണ ആള് പ്രവാചകാഹ, അയാളേ ഉള്ളൂ. പരദേവാനന്ദ സാഗരാഹ, അയാളാണ്. അയാള് കോഴിക്കോട്ട് ഷോപ്പിങ്ങിനോ എന്തോ വന്നതാണ് പത്രവാർത്ത. അപ്പൊ അയാള് അത്രേ ഉള്ളൂ. 2000 ആൾക്ക് മാത്രമാണ് ആ ഭാഷ സംസാരിക്കാൻ വശമുള്ളത് ഇന്ത്യയിൽ. ലോകത്ത് വേറെ എവിടെങ്കിലും ഉണ്ടോ ആവോ? 2000-ന് ശേഷം 23 കൊല്ലായി. ഇപ്പൊ ആരെങ്കിലും ബാക്കിയുണ്ടോ ആവോ?
അല്ലാഹു അഅലം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ അറബി 50 രാജ്യങ്ങളിലുണ്ട്. 30-ലേറെ രാജ്യങ്ങൾക്ക് ഭരണഭാഷയാണ്. ഇസ്രായേലിലെ 10,000-കണക്കിന് യഹൂദികൾ അറബി സംസാരിക്കുന്നവരാണ്. വേറെ പലയിടത്തും ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ അറബി സംസാരിക്കുന്നവരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി ഖുർആന്റെ, അള്ളാഹുവിന്റെ ആ ഒരു ഭാഷ മണ്ണിനടിയിലായി പോയാൽ പറ്റൂല എന്ന് റബ്ബിന്റെ നിശ്ചയമാണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അർഹതയുള്ളത് നിലനിൽക്കും, അല്ലാത്തത് മണ്ണിനടിയിൽ പോകും. ഹീബ്രു അറിയണ ജൂതന്മാർ 0.0001%. സുറിയാനി അറിയണ ക്രിസ്ത്യാനി, നസ്രാനി 1% പോലും ഇല്ല. നമുക്കൊക്കെ അറബി അറിയാം, എഴുതാനും വായിക്കാനും. ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ അറബി സംസാരിക്കുന്നവരാണ്. 10,000-കണക്കിന് ജൂതന്മാർ അറബി സംസാരിക്കുന്നവരാണ്. നിലനിൽക്കാനുള്ളത് നിലനിൽക്കും. അല്ലാഹു ഈമാൻ ഏറ്റിത്തരട്ടെ. അല്ലദീ യജിദൂനഹു മക്തൂബൻ, രേഖപ്പെടുത്തപ്പെട്ടതായി അവർ ആ നബിയെ കണ്ടെത്തും. ഫിത്തൗറാഹ്, മോശയുടെ തോറയിൽ, വൽ ഇൻജീലി, ഈസാ അലൈഹിസ്സലാം കൊണ്ടുവന്ന ബൈബിളിൽ. ഭാരത പഴമയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ 5000 കൊല്ലം മുമ്പ് ജീവിച്ച മഹാത്മാവാണ് ആര്? വ്യാസമഹർഷി. ഭാവിയായി വരാനുള്ളത് പറഞ്ഞ കിതാബാണ് ഭവിഷ്യത്തുകൾ വർണ്ണിക്കുന്ന ഭവിഷ്യൽ പുരാണം. ആ പുരാണത്തിൽ പറയുന്നുണ്ട്, മഹാമത ഇതിഖ്യാത, വല്ലാത്ത ഖ്യാതിയുള്ള മഹാമദ് പ്രവാചകനെ പറ്റി. മരുസ്ഥല നിവാസിനം, മരുഭൂമിയിൽ ജീവിക്കുന്ന. ലിംഗച്ഛേദി, അർത്ഥം പറ. ലിംഗച്ഛേദി, സർക്കംസിഷൻ, ചേലാകർമ്മം ചെയ്യുന്ന. ശിഖാഹീന, കുടുമയില്ലാത്ത. ശ്മശ്രുധാരി, താടി വെക്കുന്ന. സദൂഷക, നല്ല വർത്താനം പറയും, അസ്സലാമു അലൈക്കും. ഉച്ചാലബി, ഉറക്ക വിളിച്ചുകൂവും, ബാങ്കാണ്. സർവഭക്ഷി, വെജിറ്റബിൾ, മത്തങ്ങ കുമ്പളങ്ങ മാത്രല്ല, ബിസ്മിയും ചൊല്ലി നമ്മൾ ഒരുപാട് വസ്തുക്കൾ അറുത്ത് ആഹരിക്കും. ഈ ഗുണഗണങ്ങളെല്ലാം ഉള്ള ഒരാൾ മരുസ്ഥല നിവാസിനം മഹാമത ഇതിഖ്യാത. മദഹ് പറഞ്ഞിട്ട് തീരണില്ല. ഖ്യാതി പെരുത്ത സയ്യിദുനാ റസൂലുള്ളാഹി. ശിഷ്യ ശാഖാ സമന്വിതം, ശിഷ്യന്മാര് എമ്പാടും. നമ്മൾ കൂടുകയാണ്, കുറയണില്ല. ശാഖകൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കള് ലോകത്തെല്ലാ നാട്ടിലും എല്ലാ കാലത്തും എമ്പാടും. യേശു പെണ്ണ് കെട്ടിയില്ല, നേരം കെട്ടിയില്ല. അതിനു മുമ്പ് ഞങ്ങള് കുരിശ് കൊന്നു എന്നൊരു കൂട്ടർ. അള്ളാഹു പറഞ്ഞു, മുതവഫീക, നിങ്ങൾ പേടിക്കണ്ട, സമയാവുമ്പോ ഞാൻ പൊക്കിക്കോളും. നമ്മളുണ്ട് തല്ല് കൂടാൻ പോകുമ്പോ സുഹൃത്തുക്കളെ ഏൽപ്പിക്കല്, എന്നെ പിടിക്കണേ. അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, സമയാവുമ്പോ നമ്മൾ പൊക്കിക്കോളും. അള്ളാഹ് പൊക്കി. ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം പെണ്ണ് കെട്ടിയിട്ടില്ല, മക്കളില്ല, ഒന്നും കാണാനില്ല. മൂസ അലൈഹിസ്സലാം കല്യാണം കഴിച്ചിട്ടുണ്ട്, ശുഐബ് അലൈഹിസ്സലാമിന്റെ മകളെ. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മക്കളെവിടെയില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഫീ കുല്ലി അസ്റിൻ, എല്ലാ കാലത്തും, വഫീ കുല്ലി മിസ്റിൻ, എല്ലാ നാട്ടിലും എമ്പാടും മക്കളുണ്ട്. ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ശിഷ്യ ശാഖാ സമന്വിതം. ഇങ്ങനെ പറയപ്പെട്ട ഒരു നബി ലോകത്തെവിടെ? ആര്? വ്യാസമഹർഷി പറഞ്ഞത് സംസ്കൃതത്തിന്റെ മക്കളാണ്. നമ്മളെ മലയാളവും തമിഴും ഒക്കെ, തെലുങ്കും കന്നഡയും ഒക്കെ നമുക്ക് കേട്ടാലും വായിച്ചാലും വേഗം മനസ്സിലാവും. ഈ സിഫത്തുകളെല്ലാം പരാമർശിക്കപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി. ഇതെവിടെയോ എഴുതി വെച്ചു, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആരോ.
അത് കണ്ടോണ്ട് പ്രസംഗിച്ചു സ്വാമി ചിദാനന്ദപുരി. ആ പ്രസംഗം മറുപടിയായിരുന്നു. അപ്പോൾ ഈ ബോർഡ് എഴുതി വെച്ചവർ ബോർഡ് എടുത്തോണ്ട് പോയി. അത് പിന്നെ സ്വാമികൾ പലയിടത്തും പ്രസംഗിച്ചു. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഭവിഷ്യത് പുരാണത്തിലെ വരികളൊക്കെ എഴുതി വെച്ചത് കണ്ടു, അത് മുഹമ്മദ് നബിയെ പറ്റിയാണെന്ന് പറഞ്ഞു കേട്ടു. ഞാൻ അതിന് മറുപടി പറഞ്ഞപ്പോൾ ആ ബോർഡ് കൊണ്ടുവന്നു വെച്ചവർ തന്നെ പിറ്റേന്ന് എടുത്തോണ്ട് പോയി. എന്താ സ്വാമികൾക്ക് പറയാനുള്ള മറുപടി? ചിദാനന്ദപുരി സ്വാമികൾ മറുപടി പറഞ്ഞു, 1500 കൊല്ലമായി മുഹമ്മദ് നബി ഇവിടെ, 5000 കൊല്ലം മുമ്പ് വ്യാസമഹർഷി. അപ്പൊ 1500 കൊല്ലം മുഹമ്മദ് നബിയുടെ കാലം, 5000 കൊല്ലം വ്യാസമഹർഷിയുടെ കാലം. അപ്പൊ 3500 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരാള് വരൂന്ന് പറഞ്ഞ വ്യാസമഹർഷിയാണോ ഉഷാറ്? അതല്ല, ആ പ്രഖ്യാപിക്കപ്പെട്ടതനുസരിച്ച് വന്ന മുഹമ്മദ് നബിയാണോ ഉഷാർ? ചോദ്യം. ഇത് കേട്ടിട്ടാണ് ചില ആളുകൾ ആ ബോർഡ് എടുത്തോണ്ട് പോയത്. ഇത് മറുപടിയാണോ? അല്ലേ, മറുപടിയല്ല, മറപിടിയാണ്. മറുപടിയല്ല, മറപിടിയാണ്. നമ്മൾ പറയുന്നത് എന്താണ്? പൂർവകാലത്തെ മൂസാ നബി അലൈഹിസ്സലാം പിൽക്കാലത്ത് വായിച്ചു തെറ്റിദ്ധരിച്ചപ്പോൾ ചിലർക്ക് വേറെന്തൊക്കെയോ ആയിപ്പോയി. അതേപോലെ ഈസാ അലൈഹിസ്സലാം അന്നു പറഞ്ഞു വെച്ചത് വേണ്ട പോലെ വായിക്കാതെ വന്നപ്പോൾ ചിലർക്ക് ദൈവമായി വേറെന്തൊക്കെയോ ആയിപ്പോയി. ഇതേപോലെ പൂർവകാലത്ത് എവിടെയെങ്കിലും ജീവിച്ചിരുന്ന ഒരു മഹാത്മാവ്, ആ മഹാത്മാവ് പറഞ്ഞത് ഇന്ന് സത്യമായി ബോധ്യപ്പെടുന്നെങ്കിൽ ഈ മഹാത്മാവിലൂടെ ആ മഹാത്മാവിനെ വായിക്കണം. അതിനിടക്ക് പറ്റിപ്പോയ തെറ്റുകളൊക്കെ തിരുത്തണം. അതാണ് ഇന്നത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞു നോക്കിയിട്ട് ഗാന്ധിജിനെ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ പറ്റൂല. ഗാന്ധിജി അപ്പറഞ്ഞത് പറഞ്ഞോന്ന് ഉറപ്പുവരുത്തി ആ ഗുണഗണങ്ങൾ ഉള്ളവരായി ഇന്നത്തെ കോൺഗ്രസ്സുകാർ മാറണം. അതാണ്. അപ്പൊ ഇരുട്ടുകൊണ്ട് ഓട്ടയടിച്ചാലൊന്നും സംഗതി ഇല്ലാതാവൂല. പച്ച മലയാളത്തിൽ നമുക്ക് അർത്ഥം പറയാവുന്ന വരികൾ വേറെ ആർക്കും ചേർന്നു വരാത്തതാണ്. ലിംഗച്ഛേദി, ശേലാകർമ്മം ചെയ്യുന്ന, ശിഖാഹീന, കുടുമയില്ലാത്ത, ശ്മശ്രുധാരി, താടിവെക്കുന്ന, സദൂഷക, നല്ല വർത്തമാനം പറയുന്ന, ഉച്ചാലബി, ഉറക്കെ ആലപിക്കുന്ന, സർവഭക്ഷി, മരുസ്ഥല നിവാസിനം, അപ്പന്റെ പേര് ദൈവദാസൻ അബ്ദുള്ള, ഉമ്മയുടെ പേര് വിശ്വസ്ത സുമതി, എല്ലാ ഗുണഗണങ്ങളും വർണ്ണിക്കപ്പെട്ട ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, കള്ളു പാടില്ല. ഇന്നത്തെ ഏറ്റവും വലിയ ശ്രീനാരായണീയൻ ആരാണ്? വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ ആരാണ്? അബ്കാരി കോൺട്രാക്ടർമാരുടെ അന്താരാഷ്ട്ര പ്രസിഡന്റാണ്. അല്ല, വെള്ളാപ്പള്ളിനെ നോക്കി നാരായണ ഗുരുവിനെ വിലയിരുത്തണോ, അതോ നാരായണ ഗുരു പറഞ്ഞതനുസരിച്ചാണോ അല്ലേ വെള്ളാപ്പള്ളി എന്ന് നമ്മൾ വിലയിരുത്തണോ? ഉത്തരം നിങ്ങൾക്കും തിരിയും, ഞാൻ പറയണ്ട. പറഞ്ഞ കൂടി പോയോ? പണ്ട് സീതിയാജിനെ പറ്റി പറഞ്ഞിട്ട് ആർക്കൊക്കെയോ പൊള്ളിയിട്ടുണ്ട്. അപ്പോ ഞാൻ പറയുന്നത് മറുപടിയല്ല അയാൾ പറഞ്ഞത്, മറുപടിയാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് മക്തൂബൻ ഇൻദഹും ഫി തൗറാത്ത്, തൗറാത്തിലുണ്ട്, വൽ ഇൻജീലി, ഇൻജീലിലുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് ആരാണ്? യഅ്മുറുഹും ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കും. വയൻഹാഹും അനിൽ മുൻകരി, ലോക ജനതയെ തിന്മയിൽ നിന്ന് അവിടുന്ന് പിടിച്ചു നിർത്തും, അവർക്ക് വിരോധിച്ച് കൽപ്പനയിറക്കും. ബാക്കി വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, അവർക്കെമ്പാടും നന്മകൾ അവതരിപ്പിച്ചു കൊടുക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. എന്റെ സമുദായത്തിന് എന്താ? അവർക്ക് വിജ്ഞാനം വേണം, അവർക്ക് കിതാബുകൾ വേണം, അവർക്ക് കണ്ടുപിടുത്തങ്ങൾ വേണം, അവർക്ക് സഞ്ചാരം വേണം, അവർക്ക് സാമ്രാജ്യം വേണം,
അവർക്ക് സ്വത്തുവകകൾ ഉണ്ടാകണം, അവർ ലോകത്തെ ബുദ്ധിജീവികളായി അറിയപ്പെടണം. ഇതെല്ലാം ആഗ്രഹിച്ച് അതിൻ്റെ ഒക്കെ വാതിൽ തുറന്നു വെച്ചയാൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. യഅ്മുറുഹും ബിൽ മഅറൂഫി, നന്മ കൽപ്പിക്കും. അതുതന്നെയാണ് യുഹല്ലു ലഹും ത്വയ്യിബാത്തി എന്ന് തെറ്റിദ്ധരിക്കരുത്. രണ്ടും രണ്ടാണ്. എന്റെ ഉമ്മത്തിന് എന്താ ഒരു സ്കൂള് പറ്റൂലേ? പറ്റും. എന്റെ ഉമ്മത്തിന് എന്താ ഒരു കോളേജ് പറ്റൂലേ? പറ്റും. എന്റെ ഉമ്മത്തിന് എന്താ ഒരു മെഡിക്കൽ കോളേജ് പറ്റൂലേ? പറ്റുമല്ലോ. എന്റെ ഉമ്മത്തിന് ഒരു നോളേജ് സിറ്റി ഉണ്ടായാൽ, ഇതെല്ലാം ആഗ്രഹിച്ച് അത് നടപ്പിൽ വരുത്തുന്ന, അതിന് അധ്വാനിക്കുന്ന ആ ഒരു ഗുണമുള്ള ആളാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ, പകർച്ചവ്യാധികൾ എൻ്റെ ഉമ്മത്തിന് പറ്റൂല, ദുഷ്പേര് എൻ്റെ ഉമ്മത്തിന് പറ്റൂല, പരാജയം എൻ്റെ ഉമ്മത്തിന് പറ്റൂല. വയറ് നിറഞ്ഞപ്പോൾ പിന്നെ തിന്നരുതേ, വിശന്നാലേ തിന്നാവൂ എന്നു പഠിപ്പിച്ച സയ്യിദുനാ റസൂലുള്ളാഹി. പാലും മീനും കൂട്ടി തിന്നരുതേ, കാര്യമായ കുഴപ്പങ്ങൾ ഉണ്ടാകും. അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. ചിലതെല്ലാം എന്താണ്? അത് ആരോഗ്യപരമാണ്, ശറഈയല്ല. ശറഈലെ നിയമമൊന്നുമല്ല. നിങ്ങൾ പാലും തേനും കൂടി, പാലും മീനും കൂടി മനഃപൂർവ്വം ചെയ്താൽ നിബിധങ്ങളെ ധിക്കരിക്കലോ. അങ്ങനെ ഒരാൾ കഴിച്ചുപോയ ഹറാമായി എന്നൊന്നും പറയാൻ വയ്യ. അതൊരു വൈദ്യശാസ്ത്രപരമായ നിർദ്ദേശമാണ്. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകി ഉമ്മത്തിന് ആവശ്യമുള്ളത് ഉണ്ടാക്കി കൊടുക്കുന്ന, ഉമ്മത്തിന് ദുഷ്പേരായി അവർക്ക് ചേരാത്തതെല്ലാം തടഞ്ഞ് മാറ്റിവെക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി. ഗ്രഹണമുള്ളപ്പോ മേലോട്ട് നോക്കരുത്, ഗ്രഹണ നേരത്ത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. കണ്ണുപോയി പോകും. ആ ഹദീസ് മറന്നിട്ട് ഒരാൾ ഗ്രഹണത്തെ നിരീക്ഷിച്ചു, മറന്നു. ഏതാണ്? ആ ആളെ കണ്ണുപോയി പോയി. സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അപ്പൊ ഇത് ശറഈയായ ഒരു നിർദ്ദേശമല്ല, ആരോഗ്യപരമായ നിർദ്ദേശമാണ്. ഉമ്മത്തിന് അബദ്ധം പറ്റരുത്. സഞ്ചരിക്കുകയാണെങ്കിൽ വെയിലത്തും തണലത്തും കൂടി ഇരിക്കരുത്. ഒന്നുകിൽ പൂർണ്ണമായി വെയിലത്തിരിക്കുക, അല്ലെങ്കിൽ ശരീരം മുഴുവൻ തണലത്തേക്ക് മാറ്റുക. പാതി തണലത്തും പാതി വെയിലത്തും, ഇങ്ങനെ കുറെ നേരം ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നഖം മുറിക്കാൻ നല്ലത് വ്യാഴാഴ്ചയാണ്, മറ്റു ദിവസങ്ങളിലും മുറിക്കാം. ബുധനാഴ്ച മുറിക്കരുതേ സയ്യിദുനാ റസൂലുള്ളാഹി. ഇങ്ങനത്തെ സംഗതികളാണ് യുഹർരിമു അലൈഹിമുൽ ഖബായിസ. അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉമ്മത്തിനു പഠിപ്പിക്കുന്ന മുഹമ്മദ് മുസ്തഫ. 10ാമത്തെ ഗുണം യദഉ അൻഹും ഇസ്റഹും, ഉമ്മത്തിന്റെ പാപഭാരങ്ങൾ വെട്ടിക്കുറക്കുന്ന, എടുത്തൊഴിവാക്കുന്ന മുഹമ്മദ് മുസ്തഫ. ഖുർആൻ പറഞ്ഞതാണ്,